ഈശോ നമ്മളെ ഇന്ന് ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്കിന്ന് തിരുവചനത്തിൽ നിന്നിട്ട് ഏശയ്യായുടെ പുസ്തകത്തിലെ 54-ാം അധ്യായത്തിലെ 10-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്കും മാറ്റം വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഈസ്റ്ററുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നാം ഇപ്പോഴും നിരാശയിലും ദുഃഖത്തിലുമാണ് കഴിയുന്നെങ്കിൽ നമ്മുടെ ഉയർപ്പ് തിരുനാൾ ഇനിയും ആഗതമാകേണ്ടിയിരിക്കുന്നു. നമ്മളെന്നും ദുഃഖത്തിലും നിരാശയിലും ചിന്തിതരായിട്ട് കിടക്കുകയാണ്. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും കല്ലറകളിൽ കുടുങ്ങിക്കിടക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് വേദനകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷ സാധ്യമാണെന്നാണ് ഓരോ ഈസ്റ്ററും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സാത്താനും ലോകവും നമ്മുടെ തന്നെ ബുദ്ധിയും നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. നിനക്കിനി രക്ഷയില്ല, വീണ്ടെടുക്കാനാവാത്ത വിധം നിന്റെ ജീവിതം നശിച്ചു, നിനക്കിനി പഠിച്ച് വിജയിക്കുക എളുപ്പമല്ല, ഇത്രയും കാലമായിട്ടും വിമോചനം നേടാൻ സാധിക്കാത്ത ദുശ്ശീലങ്ങളിൽ നിന്നും ഇനി എന്നാണ് രക്ഷ കിട്ടാൻ പോകുന്നത്, നിനക്കിനി ജോലി കിട്ടുകയില്ല, നിന്റെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ്, ശരിയാകാൻ പറ്റാത്ത വിധം നിന്റെ ദാമ്പത്യം തകർന്നിരിക്കുന്നു, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിനക്കിനി സാധ്യമല്ല, നിന്റെ നല്ല പ്രായം കഴിഞ്ഞുപോയി. ഇവയൊന്നും ദൈവത്തിൻ്റെ ചിന്തകളെ അല്ല. ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് മരണത്തിലേക്കാണ്. അവയുടെ ഉറവിടം സാത്താനിലും ലോകാരൂപിയിലുമാണ്. അതിനാൽ ഇത്തരം ചിന്തകളെ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുക. ജെറൂസലേമിലെ ആ കല്ലറപ്പാറയിൽ കൊത്തിയുണ്ടാക്കിയതായിരുന്നു. ഭാരമേറിയ കല്ലുകൊണ്ട് അത് അടയ്ക്കുകയും മുദ്ര വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ടാളക്കാരുടെ കാവലും അതിലുണ്ടായിരുന്നു. എന്നിട്ടും ആ കല്ലറയുടെ വാതിൽ തുറക്കപ്പെട്ട് മരിച്ചവനായ യേശു ഉത്ഥാനം ചെയ്തു. യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റവും നമുക്ക് വേണ്ടിയാണ്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കല്ലറകളെയും തകർക്കാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ശക്തിയുണ്ടെന്ന് നാം ഓരോരുത്തരും ഉറച്ചങ്ങ് വിശ്വസിക്കുക. നമുക്കിനിയും ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. നമ്മളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചരടുകളിലും പിഴുതെറിയാൻ ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. എത്രയേറെ തകർന്ന ജീവിതത്തെയും പരിശുദ്ധാത്മാവ് പുനർനിർമ്മിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. എത്ര ബലഹീനതയുള്ളവനെയും കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കും. ധൈര്യമായിരിക്കുക. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. മകനെ, മകളെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീരും കഷ്ടപ്പാടും അവിടുന്ന് കണ്ടിട്ടുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് സഹായിക്കും. അത് കർത്താവിൻ്റെ സമയത്തിൽ, കർത്താവിൻ്റെ തക്ക സമയത്ത് കർത്താവ് ഇടപെടും. നിന്റെ സമയം കർത്താവിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കുക. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ജീർണിച്ചു തുടങ്ങിയ ലാസറിന്റെ ശരീരം, ലാസറേ പുറത്തു വരിക എന്ന യേശുവിൻ്റെ വാക്കുകളാൽ നവജീവൻ പ്രാപിച്ചു. അതുപോലെ നിന്റെ ജീവിതത്തിനും പുതുജീവൻ പകരാൻ കർത്താവ് കാത്തിരിക്കുന്നു. ആ കറക്റ്റ് ടൈമില്, ശരിയായ ടൈമില് തീർച്ചയായിട്ടും കർത്താവ് ഇടപെടും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക.
നമുക്കുള്ളത് മരിച്ചവനായ ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റനായ ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മോട് കൂടെ. ആ വിശ്വാസത്തിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പൂർണ്ണമായിട്ട് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലാസറിന്റെ ജീർണിച്ച ശരീരത്തിന് വീണ്ടും ജീവൻ കൊടുത്ത അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളെ പണിതുയർത്തണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവര് വീണാലും എഴുന്നേൽക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന ഏഷ്യ പ്രവാചകന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും അനർത്ഥമാകട്ടെ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിനെ നീ പുനർക്രമീകരിക്കണമേ, പുനർനിർമ്മിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഉയർത്തെഴുന്നേറ്റനായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.